തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് 13 വയസ്സുകാരി തസ്മിത് തംസ് വീട് വിട്ടിറങ്ങിയിട്ട് 1.5 ദിവസം പിന്നിടുന്നു. ഇതിനോടകം കുട്ടി ചെന്നൈ എഗ്മോറിൽ എത്തിയെന്നാണ് നിഗമനം. അസമിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിനിൽ സഞ്ചരിച്ചതാണ് പെൺകുട്ടിക്ക് ആകെയുള്ള യാത്രാപരിചയം. അങ്ങനെയുള്ള പെൺകുട്ടി എങ്ങോട്ടാകും തനിച്ച് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാകുക? പെൺകുട്ടിയെ കാണാതായത് മുതൽ ഇപ്പോഴത്തെ തിരച്ചിൽ വരെയുള്ള വിശദാംശങ്ങളിലേക്ക്. സഹോദരിയുമായി വഴക്കിട്ടതിന് മാതാവ് ശകാരിച്ചതിന് പിന്നാലെ തസ്മിത്ത് വീട് വിട്ടിറങ്ങിയത് രാവിലെ 9:30-ഓടെ. കഴക്കൂട്ടത്ത് പെൺകുട്ടി നടന്നു പോകുന്നത് CCTVയിൽ പതിഞ്ഞത് രാവിലെ 9:45-ന്. ഏതാണ്ട് 11 മണിക്ക് തസ്മിത്ത് തമ്പാനൂരിലെത്തി. 12:15 ട്രെയിനിലായിരിക്കണം പെൺകുട്ടി യാത്ര തുടങ്ങിയിട്ടുണ്ടാവുക. ഉച്ചഭക്ഷണത്തിനായി മാതാവ് വീട്ടിലെത്തുമ്പോൾ തസ്മിത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. മകളെ കാണാതെ മാതാവ് നെഞ്ചുനീറുമ്പോൾ തസ്മിത്തും ട്രെയിനിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആ കരച്ചിൽ കണ്ടാണ് തസ്മിത്തിന്റെ അടുത്തിരുന്ന യാത്രക്കാരി ബബിത മൊബൈലിൽ ഫോട്ടോ എടുത്തത്. ബബിത നെയ്യാറ്റിൻകരയിൽ ഇറങ്ങി. ഇതേ സമയത്താണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ മകളെ കാണാനില്ലെന്ന പരാതിയുമായി മാതാവ് എത്തുന്നത്. പല വഴിക്ക് പോലീസിന്റെ അന്വേഷണം തുടങ്ങി. ബബിത പറഞ്ഞത് പ്രകാരം ഉച്ചയ്ക്ക് ശേഷം 3:25-ന് തസ്മിത്ത് കന്യാകുമാരിയിൽ എത്തേണ്ടതാണ്. പുലർച്ചെ 4 മണിക്ക് 24 വാർത്ത കണ്ട ബബിത താനെടുത്ത ഫോട്ടോ പോലീസിന് കൈമാറി. ഫോട്ടോ കുട്ടിയുടെ പിതാവ് തിരിച്ചറിഞ്ഞു. വിവരം കന്യാകുമാരി പോലീസിന് കൈമാറി. പിന്നാലെ കേരള പോലീസ് കന്യാകുമാരിയിലേക്ക്, 24 വാർത്താ സംഘവും ഒപ്പം. രാവിലെ 7 മണിയോടെ അന്വേഷണ സംഘം കന്യാകുമാരിയിൽ കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായി തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. നാഗർകോവിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോലീസ് എത്തി. 4 മണിയോടെ നാഗർകോവിൽ സ്റ്റേഷനിൽ നിന്ന് നിർണായക CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കുട്ടി ചെന്നൈ എഗ്മോറിലെത്തിയതായി 6 മണിയോടെ സ്ഥിരീകരണം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് RPF ആണ് ഇക്കാര്യം അറിയിച്ചത്. എഗ്മോറിൽ നിന്ന് കുട്ടി പോയത് സ്വദേശമായ ഗുവാഹത്തിയിലേക്കോ ബംഗളൂരിലേക്കുള്ള സഹോദരന്റെ അടുത്തേക്കോ? ചോദ്യം ബാക്കി. ന്യൂസ് ഡെസ്ക് 24.